الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر ما تجلت في بلادنا الأمجاد والبطولات. الله أكبر ما تلاحمت في التحديات أسرة الإمارات. الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا وأشهد أن لا إله إلا الله وأشهد أن محمدا عبد الله ورسوله. اللهم صل وسلم وبارك عليه وعلى آله وصحبه ومن اتبع هداه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. وينجي الله الذين اتقوا بمفازتهم لا يمسهم السوء ولا هم يحزنون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധമായ ഒരു റമളാനിൻ്റെ എല്ലാവിധ ചൈതന്യത്തോടും കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും മരണം വരെ ആ സൂക്ഷ്മതയെ, ആ തഖ്വയെ ജീവിതത്തിൽ നിലനിർത്തുക. അങ്ങനെയുള്ളവർ വിജയികളാണ്. അങ്ങനെയുള്ള വിജയികളെ ഒരിക്കലും ഒരു ശിക്ഷയും ഒരു സങ്കടവും പിടിപ്പെടുകയില്ല എന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ നമ്മളിപ്പോൾ കേട്ട 61-ാമത്തെ ആയത്താണ്. അള്ളാഹു മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നിഗ്രഹിക്കുമാറാവട്ടെ. ഏറെ സന്തോഷവും ഏറെ ആഹ്ലാദവും ഏറെ അനുഗ്രഹങ്ങളും നിറയുന്ന ഒരു സുന്ദരമായ സുദിനത്തിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അള്ളാഹു ഈ രാജ്യത്തിനും ഈ രാജ്യത്ത് അധിവസിക്കുന്ന ഓരോരുത്തർക്കും എല്ലാവിധ നന്മകളും നൽകുമാറാവട്ടെ. ഈ രാജ്യത്തിൻ്റെ എല്ലാവിധ ഭരണാധികാരികൾക്കും അള്ളാഹു എല്ലാ ഹൈറും ബർക്കത്തും നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും സുന്ദരമായ ഒരു രാജ്യത്താണ്. ഈ രാജ്യത്തിൻ്റെ ഒരുപാട് നന്മകൾ അനുഭവിക്കുന്നവരാണ്. ഈ രാജ്യത്തിൻ്റെ നിർഭയത്വവും ഈ രാജ്യത്തിലെ നിലനിൽപ്പും ഈ രാജ്യത്തിൻ്റെ സമൃദ്ധിയും സമ്പുഷ്ടിയും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും സന്ദേശവും അത് നമ്മുടെ കുടുംബമാണ്. കുടുംബത്തോടൊപ്പം നമ്മൾ എത്ര ആഹ്ലാദവാന്മാരാണ്. കുടുംബത്തോടൊപ്പം, മക്കളോടൊപ്പം, ഇണകളോടൊപ്പം എത്ര സ്നേഹത്തിലും ആനന്ദത്തിലുമാണ് നമ്മൾ കഴിയുന്നത്. കുടുംബമെന്ന് പറഞ്ഞാൽ അതെന്താണ്? കുടുംബത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് ആവാഹിച്ചിറക്കേണ്ടതുണ്ട്. കുടുംബം അത് നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന ഏറ്റവും നല്ല ഒരു കൂട്ടമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ നല്ല നിലയ്ക്ക് നമ്മളെ പരിചരിക്കുന്ന, നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുന്ന ഒരിടം. ആ കുടുംബം നമ്മുടെ പാരമ്പര്യത്തെ വളരെ സുന്ദരമായി വിളിച്ചോതുന്നു. ഒരു രാജ്യത്തോടുള്ള പ്രതിബദ്ധതയെ സംബന്ധിച്ച് അത് ഓർമ്മിപ്പിക്കുന്നു. ഒരു നല്ല കുടുംബമുണ്ടാകുമ്പോൾ, ഈടുറ്റ ഒരു കുടുംബമുണ്ടാകുമ്പോൾ ഒരു നല്ല രാജ്യം പിറവിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഈ രാജ്യം ഇമാറാത്ത് എന്ന് പറയുന്ന ഈ ഒരു രാജ്യം നമുക്കൊരു കുടുംബമാണ്. ആ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ മുഴുവൻ നമ്മൾ തിരിച്ചറിയുകയാണ് എത്ര സുരക്ഷിതത്വം കിട്ടിയ, എത്ര വെല്ലുവിളികളെ മറികടന്നുകൊണ്ടും നമുക്ക് വേണ്ടി സുരക്ഷിതത്വം ഒരുക്കുന്ന ഒരു നല്ല ഒരു കുടുംബമായി ഈ രാജ്യത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയും. ഈ രാജ്യത്തിൻ്റെ സമോന്നതനായ ഭരണാധികാരി വളരെ ഹിക്മത്തോടുകൂടി യുക്തിസഹമായി ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇതെങ്ങാനും വല്ല വികാരത്തിനും അടിപ്പെട്ടുകൊണ്ട് പെരുമാറിയിരുന്നെങ്കിൽ ഈ ലോകത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു. വളരെ വിവേകത്തോടുകൂടി കാര്യങ്ങളെ തരണം ചെയ്യുവാനും വെല്ലുവിളികളെ പ്രതിരോധിക്കുവാനുമൊക്കെ സാധിക്കുക എന്ന് പറയുന്നത് നന്മയാണ്. കാരണം റബ്ബ് പറഞ്ഞു, വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഒരാൾക്ക് അള്ളാഹു ഹിക്മത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, യുക്തിയോടുകൂടി പെരുമാറാനുള്ള വകബോധം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ അള്ളാഹു നൽകിയെന്നാണ്. അള്ളാഹു എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്തിലെ ഭരണാധികാരിക്കും നേതൃത്വത്തിനും അള്ളാഹു നന്മകൾ നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിലെ ഒരു പിതാവിൻ്റെ സ്ഥാനമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിക്കുള്ളത്. ഏറ്റവും നല്ല സ്നേഹവും വാത്സല്യവും ആ കുടുംബത്തിലെ മക്കളോട് കാണിക്കുന്നത് പോലെ ഈ രാജ്യത്തിലെ നമ്മൾ ഓരോരുത്തരോടും, ഇവിടെ താമസിക്കുന്നവരായാലും
ഇവിടുത്തെ പൗരന്മാരായാലും എല്ലാവരോടും അതീവ സ്നേഹത്തിലും വാത്സല്യത്തിലുമാണ് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് അദ്ദേഹം നിലകൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഏറ്റവും നല്ല മക്കളായി തമ്മിലടിക്കാതെ ഭിന്ന സ്വരങ്ങളില്ലാതെ ഏറ്റവും നല്ല ഏക സ്വരത്തോടുകൂടി ഈ ഐക്യ വീടിൻ്റെ അഭിമാനകരമായ അരുമ മക്കളായി മാറാനാണ് ഓരോ ആളുകളും പരിശ്രമിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വാചകം, സഫൻ കഅന്നഹും ബുന്യാനും മർസൂസ്. ഒരു പിതാവിൻ്റെ പിന്നിൽ മക്കൾ എങ്ങനെ അണിനിരക്കണം, ഒരു ഭരണാധികാരിയുടെ പിന്നിൽ ആളുകൾ എങ്ങനെ അണിനിരക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. അട്ടിയായി ഓരോരോ ഇഷ്ടികകൾ മുകളിലേക്ക് പടുത്തുയർത്തപ്പെട്ടൊരു ബിൽഡിംഗ് പോലെ ഒന്ന് മറ്റൊന്നിന് താങ്ങാൻ, ഒന്ന് മറ്റൊന്നിന് തുടയാൻ അത്രമേൽ ശക്തിമത്തായ ഒരു ബിൽഡിംഗ് പോലെ, കെട്ടിടങ്ങൾ പോലെ നമ്മൾ നിലകൊള്ളണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്നത്. പരസ്പരം സ്നേഹത്തിൽ, ഐക്യത്തിൽ, അനുകമ്പയിൽ, ഏറ്റവും നല്ല ഇഷ്ടത്തോടെ ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒറ്റ ശരീരം പോലെ സ്നേഹത്തിലും അനുകമ്പയിലും ആർദ്രതയിലും നമ്മൾ കഴിയണമെന്നാണ്. അങ്ങനെയാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിച്ചറിയുകയാണ് ഈ രാജ്യം അതൊരു ദുർറത്തുൻ സമീന. ഈ രാജ്യം ഏറ്റവും നല്ലൊരു പവിഴ മുത്താണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സ്വത്തായി ഈ രാജ്യത്തെ നമ്മൾ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഭിന്നസ്വരങ്ങളില്ല. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി ഏകകണ്ഠമായി ഐക്യത്തോടുകൂടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഈ രാജ്യം സംരക്ഷിക്കപ്പെടേണ്ടത്, ഈ നാട് നിലനിൽക്കേണ്ടത് അതിൻ്റെ അവകാശമാണ്. പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തി തരുമാറാവട്ടെ. അതിനു വേണ്ട ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ പ്രിയപ്പെട്ടവരെ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞവരാൻ. നമ്മളെ ഒരിക്കലും ഒരു വലിയ സംഘർഷ ഭൂമിയിലേക്ക് എടുത്തിടാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം. ഇതിൻ്റെ കരയും ഇതിൻ്റെ കടലും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഇടങ്ങളിലും നമുക്ക് സംരക്ഷണമേകുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇനി ആരൊക്കെ ഏതെല്ലാം രീതിയിൽ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ഇന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ, വഞ്ചകരുടെ കുതന്ത്രങ്ങൾ അതൊരിക്കലും ലക്ഷ്യത്തിലെത്തുകയില്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ വാക്കാണ്. അള്ളാഹു ഒരു സമൂഹത്തെ പരീക്ഷിക്കുന്നത് അവർക്ക് നന്മയുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും രാഷ്ട്രങ്ങളിലും ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി നിലനിൽക്കുക. നമ്മൾ വെറുക്കുന്ന കാര്യം ഒരുപക്ഷെ നമുക്ക് ഖൈറായി ഭവിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ സംസാരം. വഅസാ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ വെറുക്കുന്നൊരു കാര്യം, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, അതൊരു പക്ഷേ നിങ്ങൾക്ക് ഖൈറാകുമെന്നുള്ളതും അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹുവിനെ സ്തുതിക്കുക. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് റമദാൻ തന്നു, ആ റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹു ആയുസ് തന്നു, ആരോഗ്യം തന്നു, ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനുള്ള ഉത്ബോധനങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കർണപുടങ്ങളിൽ വന്നലയടിച്ചു. പ്രിയപ്പെട്ടവരെ, മരണം വരെ ആ ഒരു ചൈതന്യത്തെ നിലനിർത്തുക, അള്ളാഹുവിനെ സ്തുതിക്കുക. വലില്ലാഹിൽ ഹംദ് ഫലില്ലാഹിൽ ഹംദ് റബ്ബിസ് സമാവാത് വറബ്ബിൽ അർള് റബ്ബിൽ ആലമീൻ. വിശുദ്ധ ഖുർആന്റെ ആയത്ത് നോക്കൂ, സൂറത്തുൽ ജാസിയയിലെ വരിയാൻ. സർവസ്തുതികളും അള്ളാഹുവിനാൻ. എങ്ങനെയുള്ള അല്ലാഹ്? റബ്ബിസ് സമാവാത്, ആകാശങ്ങളുടെ രക്ഷിതാവ്, വറബ്ബിൽ അർള്, ഭൂമിയുടെ രക്ഷിതാവ്, റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവ്. ഈ അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെ സ്തുതിക്കാനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ശാകിരീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ രാജ്യത്തെ സ്നേഹിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ രാജ്യം നമ്മളെ ഇഷ്ടപ്പെടും. ഈ രാജ്യത്തിൻ്റെ നന്മകളെ നമ്മൾ വില കൽപ്പിക്കുമ്പോൾ ഈ രാജ്യം നമ്മുടെ സ്നേഹത്തിന് വിലമതിക്കും. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ എല്ലാവിധ മൂല്യങ്ങളെയും ഇതിൻ്റെ എല്ലാവിധ സംസ്കാരങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ടും
ഏറ്റവും നല്ല പ്രതീക്ഷയുള്ള ശോഭിതമായൊരു നാളെ ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുക. അതിനുവേണ്ടി ഇവിടുത്തെ നേതൃത്വത്തിന് പിറകെ, ഭരണാധികാരികൾക്ക് പിറകെ നമ്മൾ അണിനിരക്കുക. നമ്മുടെ കുടുംബത്തെ നമ്മൾ പരിഗണിക്കുക, നമ്മുടെ കുടുംബത്തെ നമ്മൾ പരിചരിക്കുക. ഏറ്റവും നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുവാനുള്ള അധ്വാനങ്ങളിൽ നമ്മൾ ഭാഗവാക്കാക്കുക. ഏറ്റവും നല്ല തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിൻ്റെ വിഷയത്തിൽ നല്ല കണിശത വെച്ചു പുലർത്തുന്ന ഒരു തലമുറ, അറിവിൻ്റെ വിഷയത്തിൽ ഭൗതികമായതും പാരത്രികവുമായ വിജ്ഞാനങ്ങളെ നേടിയെടുക്കാൻ കൊതിക്കുന്ന ഹൃദയങ്ങൾ പേറുന്ന മക്കളുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. മാത്രവുമല്ല, ഈ വിവരവും ദീനിനോടുള്ള കണിശതയും മാത്രം പോരാ, നല്ല ആരോഗ്യമുള്ള മക്കളെ വാർത്തെടുക്കാൻ നമ്മൾ തയ്യാറാവുക. ഒരുപാട് ലഹരിക്കടിമപ്പടിപ്പെട്ട് ഏറ്റവും വലിയ ദുരിതങ്ങളിലേക്ക് ചെന്ന് താടുന്ന, ആരോഗ്യത്തെ തകർത്ത് കളയുന്ന തലമുറ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള മക്കളെ, നല്ല ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക. വ്യക്തിജീവിതത്തെ നന്നാക്കുക, കുടുംബജീവിതത്തെ നന്നാക്കുക, ഒരു രാജ്യത്തെ ഓർത്ത് അഭിമാനിക്കുന്ന ഏറ്റവും നല്ല ആളുകളാകാൻ പരിശ്രമിക്കുക. അതിനു വേണ്ടത് വഅ്തസിമു ബിഹബ്ലില്ലാ, അള്ളാഹുവിൻ്റെ പാർശ്വത്തെ, അള്ളാഹുവിൻ്റെ കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ്. അള്ളാഹുവിൻ്റെ വാക്കുകളെ വിലമതിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കുക, അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. വലാ തഫറഖു, ഭിന്നസ്വരങ്ങൾ പാടില്ല. ഭിന്നതകളിലേക്ക് നടന്നു നീങ്ങാതെ, ചേരിതിരിവിലേക്ക് നടന്നു നീങ്ങാതെ, വിഭിന്നരായി വിഘടിച്ചു നിൽക്കാതെ ഒരു ഐക്യത്തിലൂടെ കടന്നു പോകുക. അതിലാണ് നന്മയുള്ളതെന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവട്ടെ. ഈ പെരുന്നാളിൻ്റെ സന്ദേശവും അതാണ്. അങ്ങനെ ഒരു രാജ്യമുണ്ടായാൽ ആ രാജ്യം എത്ര ത്വയ്യിബാൻ, വൽ ബലദു ത്വയ്യിബ്, നല്ല ഒരു രാജ്യം, നല്ല ഒരു നാട് എന്ന് പറയുന്നത് റബ്ബ് പറയുന്നു, യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, ആ നാടിൻ്റെ രക്ഷിതാവിൻ്റെ ഉദ്ദേശപ്രകാരം ആ നല്ല നാട്ടിൽ നിന്ന് നല്ല വിളകൾ പൊട്ടിമുളക്കുമെന്നാണ്. ത്വയ്യിബായ വിളകൾ പൊട്ടിമുളക്കട്ടെ. നമ്മുടെ ജീവിതങ്ങൾ സമൃദ്ധിയിലും സമ്പുഷ്ടിയിലുമായി തീരുമാറാവട്ടെ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നന്നായി ഈ ഒരു ദിവസത്തിൽ സന്തോഷിക്കുക. ഈദ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ നാളാണ്. ഈ ദിവസം നമുക്ക് ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുമുള്ള നാളാണ്. ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ സമൂഹത്തിനും ഒരു ഈദുണ്ട്, ഒരു പെരുന്നാളുണ്ട്. വഹാദാ ഈദുനാ, ഇത് നമ്മുടെ പെരുന്നാളാണ്, ഇത് നമ്മളെ പെരുന്നാളാണ്. അള്ളാഹു ഒരു പരിശുദ്ധമായ വിശുദ്ധമായ ഒരു വ്രതകാലത്തിനു ശേഷം നമുക്ക് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും അള്ളാഹു നൽകിയ ഏറ്റവും നല്ലൊരു സൗഭാഗ്യം. അതിനെ അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. അള്ളാഹുവിൻ്റെ വെറുപ്പും അള്ളാഹുവിൻ്റെ ദേഷ്യവും ജീവിതത്തിൽ കടന്നു വരാത്ത വിധം റബ്ബിൻ്റെ റഹ്മത്ത് കടാക്ഷിക്കുന്ന രൂപത്തിൽ ഈ നാളുകളെ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടിയും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിനോട് അഹോരാത്രം പ്രാർത്ഥിക്കുക. നമ്മൾ കേൾക്കാറില്ലേ, ഇവിടുത്തെ സുബഹിയിലും ഇവിടുത്തെ മഗ്രിബ് നമസ്കാരങ്ങളിലുമൊക്കെ കുനൂത്തുകളുമായി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ജനലക്ഷങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ ആരാധനകളും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സലാത്തും സലാമും വർഷിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ കുടുംബത്തിൻ്റെ മേൽ എല്ലാവിധ സലാത്തും സലാമും വർഷിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ അനുചരന്മാരുടെ മേൽ അള്ളാഹു എല്ലാവിധ സലാത്തും സലാമും വർഷിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇജ്അൽ ഈദനാ ഈദ നസ്റിൻ വഖുവ്വ وطمأنينة ووحدة وأعده علينا بالخير والاستقرار والرقي والازدهار واحفظ دولة الإمارات واحفظ قيادتها وأهلها والمقيمين على أرضها واحفظ برها وبحرها وسماءها واحفظ اللهم جنود وطننا البواسل وقو عزيمتهم وسدد رميهم وانصرهم على عدوك وعدوهم وأجزل أجرهم وثوابهم. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك واشمله برعايتك وأيده بنصرك. اللهم وفقه ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضاه. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فسيح جناتك وأفض عليهم من خيرك ورضوانك.
وأدخل اللهم في عفوك وغفرانك شهداء الإمارات. اللهم أدخل اللهم في عفوك وغفرانك شهداء الإمارات وارفع لهم الدرجات وبارك اللهم في كل عين سهرت وبارك اللهم في كل عين سهرت. നമുക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുന്ന ഇവിടുത്തെ ഓരോ കാവൽ ഭടന്റെ മേലും അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവട്ടെ. വബാരിക് അല്ലാഹുമ്മ ഫീ കുല്ലി ഐനിൻ സഹിറത് വഫീ കുല്ലി യദിൻ അമിലത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് നന്മകൾ നിറക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. തഖബ്ബൽ അല്ലാഹു തുആതികും വഅസ്അദ അയ്യാമകും വഅദാമ ഇസ്സകും വകുല്ലു ഈദിൻ വഅൻതും ബിഖൈർ.